പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ലേഖനം. എന്റെ സഹോദരൻ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരുടെ കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖമാരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും. അപ്പോൾ ജീവിച്ചിരുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവിന്റെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ സ്നേഹമുള്ള ബന്ധുമിത്രാദികളെ, ഇന്നലെ ബേബിയുടെ ഫോൺ വന്നപ്പോൾ ഈ ഒരു വാർത്തയാണ് എന്നെ അറിയിക്കുവാൻ പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വിശുദ്ധ ഗൗരീസയുടെ കഴിഞ്ഞ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട മഹാകവി ഉള്ളൂർ മരണത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു ചെറിയ കഥയുണ്ട്. അത് സംഭവിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാൻ ഉള്ളത് കൊണ്ട് അതുകൂടി ഒന്ന് പറയാമെന്ന് ഞാൻ കരുതുകയാണ്. മരണത്തെ ഭയപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ മരണത്തിന്റെ പ്രത്യേക മധ്യസ്ഥനായി യമന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കഥയാണ്. ഇതിന്റെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് മരിക്കുവാൻ ഭയങ്കര ഭയമാണ്. മനസ്സുശേഷം നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നേ. ആ സമയം, ആ മണിക്കൂർ ഏതാണെന്ന് നിനക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ യമൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഈ മനുഷ്യൻ സുഖമായി ജീവിതം ആരംഭിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹത്തിന്റെ തലമുടിയൊക്കെ നരച്ചു തുടങ്ങി. അദ്ദേഹം ഉടനെ പോയി പ്രായമായില്ല എന്ന് തോന്നിക്കുന്നതിന് വേണ്ടി
നല്ലപോലെ ഒരു ഡൈയൊക്കെ ചെയ്ത് ജീവിതം പിന്നെയും കൊണ്ടുപോകുകപ്പോൾ നിനക്ക് പ്രായമായി എന്ന് നിന്നെ ഞാൻ അറിയിച്ചു. അപ്പോൾ നീ പ്രായം വകവയ്ക്കാതെ ഡൈ ചെയ്ത് നീ ജീവിക്കാൻ തുടങ്ങി. നിനക്ക് വീണ്ടും പ്രായമായി എന്ന് കാണിക്കുമാർ നിന്റെ പല്ലുകൾ ഓരോന്നായി കൊഴിഞ്ഞു പോയപ്പോൾ നീ വീണ്ടും നല്ല പല്ലുകൾ വെച്ചു പിടിപ്പിച്ചു. അവസാനം നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി. നീ വലിയൊരു വൈദ്യനെ കണ്ട് എല്ലിന് ചികിത്സ നടത്തി. നീ എങ്ങനെ മരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ ഇതെല്ലാം സൂചനകളായിരുന്നു. ഈ ലോകത്തിൽ നിനക്ക് കടന്നു പോകാൻ സമയമായി മകനെ, നീ ഒരുങ്ങുക എന്നുള്ള സന്ദേശമാണ് ഇതുവഴിയായി ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ നീ അതൊന്നും വകവെച്ചില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ഈ ദിവസം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ കരുത്തിൽ കയറിട്ട് അദ്ദേഹത്തിന്റെ മരണം അതോടെ കഴിഞ്ഞുവെന്നാണ് കഥയിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്. വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് ഈ മകൾ നമുക്ക് നൽകുന്ന ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഏതൊരു നിമിഷവും നമ്മുടെ മരണം നമ്മളെ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ആ ചിന്തയോടെ ജീവിതത്തിൽ മാറ്റം വരുത്തി തമ്പുരാന്റെ വചനത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായി കിട്ടുന്ന ഒരു അവസരം പാഴാക്കാതെ ജീവിക്കുവാനുള്ള പ്രതിജ്ഞ എടുക്കണമെന്നാണ് ഇനി ഈ മോള് നമ്മളോട് പറയുന്നെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുക. ജോൺ പവൽ പറയുന്നുണ്ട്, ഈ ലോകത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ സൃഷ്ടിച്ച് രൂപവും ഭാവവും നൽകി പറഞ്ഞു വിടുമ്പോൾ ഒരു പ്രത്യേകമായ സന്ദേശം നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് അവിടുന്ന് കടന്നുവിടുക. ആ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. സ്നേഹത്തിന്റെ ഗാനം പാടിക്കൊണ്ട് ആ സന്ദേശം നമ്മളെ മറ്റൊരാളെയും ഏൽപ്പിക്കുവാൻ പാടില്ല. അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് പറയും. ഈ 29 വർഷം കൊണ്ട് സന്തോഷത്തിന്റെ കൂട്ടത്തില് അധികമൊന്നും നമ്മുടെ മോൾക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും അവർ നൽകിയിരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഏറ്റവും വലിയ സമ്മാനമായ സജനയെ ഇനി ഇവൾക്ക് വേണ്ടി നിങ്ങൾ വളർത്തുക. അങ്ങനെ അവളുടെ ആ സന്ദേശം കണ്ടെത്തി, സ്നേഹത്തിന്റെ സന്ദേശം കണ്ടെത്തി എല്ലാവരോടും ഇന്ന് മുഖമായ ഭാഷ യാത്ര പറയുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാൻ, കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ആ സന്ദേശം കണ്ടെത്തി നീ ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളും സന്തോഷത്തോടെ ആ വിളി സ്വീകരിച്ച് നിന്റെ പക്കലേക്ക് വരുവാനും ആ നീ മകളെയും എല്ലാം കണ്ട് ആനന്ദിക്കുവാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ മോളൊരു നല്ല മോളായിരുന്നുവെന്ന് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതുകൊണ്ടൊന്നും നിങ്ങളും ഞങ്ങളും നമ്മളുടെ ബന്ധം അവസാനിപ്പിക്കുന്നില്ല. കൊട്ടാരപ്പള്ളി ആശ്രമ ഇടവക ദേവാലയവുമായി വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. ഏതൊരു കാര്യത്തിനും സഹകരിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ എല്ലാ തരത്തുവാൻ തമ്പുരാൻ അവർക്ക് അവസരം നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ മോള് വേർപാടിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന നേരുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും വിശേഷിച്ച പ്രാർത്ഥനയിലും സജീവമായി പങ്കുചേർന്നുകൊണ്ട് തമ്പുരാന്റെ അടുക്കല് ഈ മോളെ കഴിയുന്നേ കൂട്ടിച്ചേർക്കണമേ എന്ന് നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാബുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചിന്തിച്ചായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിഗ്ഗരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിക്കുകയും കരയുന്നവരുടെ കണ്ണുനീർ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായും
നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആകാശത്തിലും ഭൂമിയിലും സുദർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാണുവാന്മാരുടെ പ്രത്യാശനിയാകുന്ന ജീവന്റെ മരണത്തിലെ നാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിലിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. ഞാനാകുന്നു കരയരുദേവം കരുണയുടന്തികമാർന്ന കിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവ്വം നീങ്ങണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഹൃദയത്തിന് മുമ്പിൽ രണ്ട് നിരയായി നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പിടവാങ്ങുന്നേ നശ്വരമുലകിൽ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ, ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ, ഒരു പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നുവോ മഞ്ഞിൻ നേർത്ത മൗനമേ, ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം,
ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ? ഒരു തൂവൽ ചില്ല് കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം. ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നു. ഒരു മനസ്സിലെ മർമ്മരം തരാൻ തിരികെ നീ പോരുമോ? ഒരു മനസ്സിലെ മർമ്മരം തരാൻ തിരികെ നീ പോരുമോ? ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. ഒരു വേനൽ കാറ്റിലിന്നലെ വെറുതെ നാം വേർപിരിഞ്ഞു പോയി. ഒടുവിൽ നാം ഒന്നു ചേർന്നതി തണുവോലും തീ തടാകത്തിൽ. ഒരു വേനൽ കാറ്റിലിന്നലെ വെറുതെ നാം വേർപിരിഞ്ഞു പോയി. ഒടുവിൽ നാം ഒന്നു ചേർന്നതി തണുവോലും തീ തടാകത്തിൽ. ഇനിയൊരു ജലഭേരിയായി വരാൻ ഈ ജന്മം മാത്രമോ? ഇനിയൊരു ജലഭേരിയായി വരാൻ ഈ ജന്മം മാത്രമോ? ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. ഒരു പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നു മഞ്ഞിൻ നേർത്ത മൗനമേ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. മറക്കില്ല മനസ്സിന്റെ മുറിവിൽ നിന്നുരുകുന്ന പ്രണയത്തിൻ മഴവില്ലു ഞാൻ. മരണത്തിൻ മടിയിലെ കുറുക്കുന്ന കലഹത്തിൽ കലക്കുന്ന മഴപ്പക്ഷി ഞാൻ. കാത്തിരിക്കാം ജന്മം വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ? ഇരുളടയുകയാണോ മിഴിയിണയുടെ കൂടുകൾ? വിധിനെരിവേനലിൽ വിരഹമ
മഴത്തരും മുകിലുകളിൽ കനവുമായി ഇതൾ വേരിയും പാവം മാറി വില്ലുകൾ മായും പോലെ മായയായി ഏകാകിനി എങ്ങോ നീ മായവേ വിട പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ ഇരുളടയുകയാണോ മീണയുടെ കൂടുകൾ വിധിയിലേറി വേനലിൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അലയേ ഒരു പകലിൻ്റെ നൊമ്പരം തേറി സൂര്യൻ വീണു മരിക്കുന്നു. കരയുന്നുവോ മനം നീറുന്നുവോ, കരയുന്നുവോ മനം നീറുന്നുവോ, ചോരവാർന്ന മുഖം വിളറുന്നുവോ. ഒരു പകലിൻ്റെ നൊമ്പരം തേറി സൂര്യൻ വീണു മരിക്കുന്നു.
മത്സരം വിട്ടുപോയിരിക്കും നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാല സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച അയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും ഈശോ അവരോടുകൂടെ ഇവളെ